ആ മോളെ, നിന്റെ കോളേജിന്റെ അടുത്തല്ലേ? ഇപ്രാവശ്യം കവിതാ രചനയ്ക്കും പെയിന്റിങ്ങിനും എനിക്ക് എന്നെ ഫസ്റ്റ്. വെരി ഗുഡ്. സോറി, വളയം പിടിച്ചാൽ നിനക്ക് കണ്ണ് കണ്ടുകൂടല്ല. നിർത്താൻ വേണ്ടി അവൻ സോറി പറഞ്ഞു കേട്ടില്ലേ? തന്നോടാരാ ചോദിച്ചത് സോറി? എന്ത് ചെയ്താലും ആ ഒരു വാക്കി തീർന്നല്ലോ. അധികം വാചകമൊന്നും അടിക്കണ്ട. തനിക്കിപ്പോ എന്താ വേണ്ടേ? നിന്റെ തന്തയുടെ തല വിടാല്ലേ പറഞ്ഞത്? വഴക്കുണ്ടാക്കണ്ട. ക്ഷമിക്കണം, അവൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പി ചോദിക്കുന്നു. ദയവായി ആ കൈയൊന്നും എടുക്കണം. കോളേജിലെത്താൻ സമയമായി, അതുകൊണ്ടാ. ഈ ഡാഡി കാരണോ? ഇല്ലെങ്കിൽ അവനെ ഞാൻ ഇല്ലെങ്കിൽ നീ അവനെ എന്ത് ചെയ്യും? അവനൊന്നും നോക്കാനില്ല. കണ്ടാൽ അറിഞ്ഞൂടെ? ഈ സ്ട്രീറ്റ് ബഗർ റോഡിൽ 4 പേരുടെ മുമ്പിൽ വഴക്കുണ്ടാക്കിയാലേ എന്റെ മാനമാ പോകുന്നത്. അല്ലെങ്കിലും ഡാഡിക്ക് ഡാഡിയോട് ഞാൻ അന്നേ പറഞ്ഞതാ ഇവനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കരുതെന്ന്. അയാളൊരു വർത്തമാനം കേട്ടില്ലേ? ഒരു മാനേഴ്സ് ഇല്ലാത്ത ടൈപ്പ്. അതിനൊപ്പം തുള്ള ഇവനും. അയാൾക്ക് എന്ത് നഷ്ടം വരാനാ? ഉപദേശം മതി. അവള് പറഞ്ഞ എന്താണ് തെറ്റ്? കാര്യം ഞാൻ അതാ നോക്കൂ, പൂവിനെ പോലും നോവിക്കാതെ മന്ദം മന്ദം നടന്നു വരുന്നു. സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. എന്താണാവോ ഭാവം? ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് സാറിന് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളെല്ലാവരും ഫ്രണ്ട് ബെഞ്ചിൽ പോയിരിക്കണം. എന്റെ ക്ലാസ്സിൽ നിങ്ങൾ ഫ്രണ്ടിൽ ഇരുന്നാൽ മതി. നിങ്ങളുടെ മുഖം എനിക്ക് എപ്പോഴും കാണണം. തന്നെക്കാളും നീളമുണ്ടല്ലോ ഈ സിഗരറ്റിന്. ഇത് കണ്ടോ? സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, എസ്പെഷ്യലി ഇൻ യുവർ ഏജ്. നമുക്കിത് വേണ്ട. കളയട്ടെ. അതെയോ? ശരിയാണോ? യെസ്. 2 കൊല്ലം പ്രീ ഡിഗ്രി, 3-5 കൊല്ലം ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും, അങ്ങനെ 7 കൊല്ലം കോളേജ് പഠിച്ചിട്ടാ ഞാനും ഈ പണിക്ക് വന്നിരിക്കുന്നത്. നിങ്ങളെക്കാളും വിടഞ്ഞ ഒരുപാട് എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇഫ് എനിബഡി പ്ലേസ് നാസ്റ്റി ട്രിക്സ് ഓൺ മീ, ഇറ്റ്സ് എ വാർണിംഗ്. പഠിക്കാൻ നല്ല മനസ്സുള്ളവർ മാത്രം എന്റെ ക്ലാസ് ഇരുന്നാൽ മതി, അല്ലാത്തവർക്ക് പോകാം. പെൺകുട്ടികളായ കുറച്ചുകൂടെ അടക്കമൊക്കെ വേണം, മനസ്സിലായോ? സലാം. That's all for today. We'll start our classes from tomorrow. Okay? My name is Vaishagan. How could you manage them? ആ ക്ലാസ്സിലെ പെൺകുട്ടികൾ പോലും ഒരു വകയാ. Wills will run. Come on, take one. എനിക്കിത് മതി. ഇതെന്തൊരു പവർ! 2 ദിവസം കൂടെ കഴിയുമ്പോ കാണാം പിള്ളേര് പമ്പരം പോലെ കറങ്ങണത്. നമ്മൾ ഇതുപോലെ എത്ര കണ്ടിരിക്കണം. വെറുതെ സമയം കളയാൻ വേണ്ടി 50,000-60,000 രൂപ കൈക്കൂലി കൊടുത്ത് പഠിപ്പിക്കാൻ വരുന്നവരെ കുട്ടികൾ അനുസരിക്കില്ല, ബഹുമാനിക്കില്ല. ജോലി അറിയാവുന്നവരെ ബഹുമാനിക്കാൻ കുട്ടികൾക്കറിയാം. എന്തൊരു സ്വകങ്ങൾ തന്നെ വയറ് നിറച്ച് ഭേഷായിട്ട് കിട്ടിയല്ലേ.
വൈശാഖ, നീ ഇവിടെ എപ്പ എത്തി? എന്തടാ ഇവിടെ? അതല്ലടാ, ഈ സിറ്റിയിൽ എന്തെടുക്കുന്നു? എനിക്കിപ്പോ ഇവിടെ ജോലി. ഇന്ന് ജോയിൻ ചെയ്തു SP കോളേജ് ലെക്ചറായിട്ട്. ഞാൻ ആ കോളേജിലെ പീഡിയാ, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല നീ വന്ന കാര്യം. നീ എവിടാന്ന് ഞാനെങ്ങനെ അറിയും? ഞാൻ ഇന്ന് ലീവായിരുന്നു. അത് പോട്ടെ, നീ ഇപ്പൊ എവിടെ താമസിക്കുന്നു? ബസ് സ്റ്റാൻഡ് അടുത്തൊരു ലോഡ്ജില്. ആ കേറ കേറാ. അത് പോട്ടെ, നീ ഇതൊക്കെ എപ്പോ തുടങ്ങി? ഇപ്പൊ ഇതാ സേഫ്, ബാക്കിയൊക്കെ വിഷമാ. അതല്ലടാ ചോദിച്ചത്. നീ വണ്ടി വിട്, കാര്യമൊക്കെ പിന്നെ പറയാം. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിനക്കെന്താടാ ഒരു ജോലിയുടെ ആവശ്യം? എനിക്കെന്താ വയറില്ലേ? വായം തുറന്നിരുന്ന ആകാശം വല്ലതും വന്ന് വീഴൂ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? PC കുറിപ്പിന്റെ മകൻ ഒരു ജോലിയുടെ ആവശ്യമോ? നീ ആളാകെ മാറിപ്പോയി. മാറ്റിയതാ. എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും. നീ എന്താടാ പറഞ്ഞേ? കോളേജിലെ പീഡിയാണെന്നോ? നീയും സ്പോർട്സുമായിട്ട് എന്താടാ ബന്ധം? അതൊക്കെ ഉണ്ടടേ. ഇരി. എനിക്ക് വേണ്ട. ചാരായതുകൊണ്ടാ? അതുകൊണ്ടൊന്നുമല്ല. പാടുന്നേ പാടി വരുന്നേ, പാടുന്നേ പാടി വരുന്നേ, ഞങ്ങൾ കപ്പും കൊണ്ടുവരുന്നേ, ഞങ്ങൾ കപ്പും കൊണ്ടുവരുന്നേ, പാടി പാടി നേടിയ കപ്പുമായി, പാടി പാടി നേടിയ കപ്പുമായി, ചാടി ചാടി ഞങ്ങൾ വരുന്നേ, ചാടി ചാടി ഞങ്ങൾ വരുന്നേ, പാട്ടുകാരൻ വൈശാഖനാണ്, പാട്ടുകാരൻ വൈശാഖനാണ്, പാടിത്തെളിഞ്ഞൊരു ഗന്ധർവനാണ്, പാടിത്തെളിഞ്ഞൊരു ഗന്ധർവനാണ്, താനന്ന തന്നാനന്ന താനന്ന തന്നാനെ ഇന്ന് ഒരു ദിവസത്തേക്ക് സ്നേഹം കൊണ്ടല്ലടാ നിർബന്ധിക്കുന്നത്. സ്നേഹം കൊണ്ടല്ലേ പറഞ്ഞത് വേണ്ടെന്ന്? ഒരു സിപ്പ്, ഒരേ ഒരു സിപ്പ്. അല്ലയോ അല്ലോ, വേണ്ടെന്ന് പറഞ്ഞ സമ്മതിക്കല്ലേ? ആഹാ, എന്നാ ഇവനെന്ന് കുടിപ്പിച്ചേ അടങ്ങും. വേണ്ട. കുടിയളിയാ, കുടിക്കാൻ വേണ്ടെന്നല്ലേ പറഞ്ഞത്? കുടിക്കാൻ. ഞാൻ അപ്പോഴും നിങ്ങൾ പറഞ്ഞ പാർട്ടിക്ക് കുന്തത്തിനൊന്നും ഞാനില്ലെന്ന്. ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. നീ ഇതെപ്പോഴാടാ തുടങ്ങിയത്? തുടങ്ങിയത് ഫോറിൻ ലിക്കറില്ല. അപ്പൊ അതൊന്നും ഏക്കല്ല, ഒരു കിക്കൂല്ല. ഇവനുള്ളിൽ ചെന്നാലേ വല്ലതും ആവും. ഇവിടെ പേടിക്കാനൊന്നുമില്ല, ഞാൻ സാധാരണ വരാറുള്ളൂ. ലേറ്റ് ആവല്ലേ, എനിക്ക് ഉടനെ അങ്ങ് പോകണം. വിട്ടേക്കാം. നിനക്ക് ഈ ലോഡ്ജ് ശരിയാവില്ല. നിനക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല ഇത്. നീ കണ്ടില്ലേ, ഈ ലോഡ്ജ് ഇതിന് ഫേമസ് ആണ്. നിന്നെ ഇവിടെ ആരെങ്കിലും കണ്ടാൽ തെറ്റിദ്ധരിക്കും. ഞാനൊരു വീട് അറേഞ്ച് ചെയ്യാം. നീ മാറാൻ തയ്യാറാണോ? ആരോ ഒരു വീടിന്റെ കാര്യം പറഞ്ഞല്ലോ. ആരാ പറഞ്ഞത്? ആ, ഒരു വീടുണ്ട്, നമുക്ക് പോയി കാണാം. എനിക്ക് കാണണ്ട. കാണാതെ പിന്നെ എങ്ങനെ? നീ പോയി കണ്ടാ മതി. താമസിക്കേണ്ടത് നീയല്ലേ? കാണണമെന്ന് പറഞ്ഞില്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറ, ഞാൻ പോയി താമസിച്ചോളാം. അപ്പോ ശരി, നാളെ പോവാം. വാക്ക് മാറരുത്. ആ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അവൾ ഒറ്റയ്ക്ക് അവിടെ. നീ എപ്പോഴാ വീട്ടിലേക്ക് വരുന്നത്? വരാം. സോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിന്റെ കല്യാണം കഴിഞ്ഞു? എന്താടാ എന്നെ അറിയിക്കാഞ്ഞത്? നീയല്ലേ പറഞ്ഞു വേഗം വേണോ? തിരിച്ചൊന്ന് കിടന്നാലേ. എന്നിട്ടെന്താ കൂട്ടുകാരനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാഞ്ഞത്? അതിനവൻ ഇന്നല്ലേ വന്നത്. ഇനി ഒരു ദിവസം വിളിക്കാം. വേണോട്ടിൽ എന്താ ആലോചിക്കുന്നത്?
എന്നോട് പറഞ്ഞൂടെ? നിന്നോട് ഞാൻ വൈശാഖനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതല്ലേ. അവന് ജോലിക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല. അവന്റെ അച്ഛൻ കോടീശ്വരനാണ്. ഇനി ബിസിനസ് വല്ലതും പൊളിഞ്ഞോ എന്തോ, ആർക്കറിയാം. ചോദിക്കാൻ മേലായിരുന്നു. പിന്നെ കൂട്ടുകാരന്റെ വിശേഷങ്ങൾ വേറെന്തൊക്കെയാ? ഒരു വിശേഷവുമില്ല. നീ ആ ലൈറ്റ് ഓഫ് ചെയ്ത് ഒന്ന് ഉറങ്ങാൻ നോക്ക്. ഇതാണ് വീടിന്റെ ഉടമസ്ഥൻ കരുണാകരൻപിള്ള. വെൽക്കം. കോളേജിൽ ലെക്ചറാണെന്ന് അറിഞ്ഞപ്പോ സമാധാനമായി. കൃത്യമായി വാടക കിട്ടുമല്ലോ. പിന്നെ വേണു സാറിന്റെ കൂട്ടുകാരനാണെന്ന് അറിഞ്ഞപ്പോ സന്തോഷവുമായി. എന്റെ വീടിന്റെ മുകളിൽ കൂടെയാ പ്ലെയിൻ വരുന്നതും പോകുന്നതും. തൊട്ടു പുറയില്ല പ്ലേയിങ് ഗ്രൗണ്ട്. പിള്ള എന്താ പറഞ്ഞത്? പ്ലെയിൻ. പ്ലെയിൻ. അപ്പോ 10 തന്നെ ആയിക്കോട്ടെ. ആലോചിച്ച് കഴിഞ്ഞു? ഓ, അതിലൊന്നും വിശ്വാസമില്ലായിരിക്കും. അടുത്ത വീട്ടിലെ മേനോൻ സാറ് ബാങ്ക് മാനേജർ, നല്ല മനുഷ്യനാണ്. ഇയാൾ അഡ്വാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? നീ ഇടപെടുന്നില്ലല്ലോ. അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. എന്നാ പറഞ്ഞു വിട്, വല്ലാതെ ബോറടിക്കുന്നു. എന്നാ ശരി, കാണാം. അപ്പൊ സാറേ നമുക്ക് പോവാം. പിള്ളേ അങ്ങ് നടന്നു വെക്കും, നമുക്ക് പിന്നെ കാണാം. നീ ഇങ്ങനെ മടി പിടിച്ച് കിടന്നാലോ? എഴുന്നേക്കടാ, നമുക്ക് ഇതൊക്കെ ഒന്ന് പിടിച്ച് നേരെ ഇടാം. ഇതൊക്കെ മതി. അത് കൊള്ളാം. ഒന്ന് സഹായിക്കാന്ന് വെച്ചപ്പോൾ അവനെ കണ്ടില്ലേ? എനിക്ക് നിർബന്ധമൊന്നുമില്ല. എന്ത് പറ്റി? ഇന്നലത്തെ കെട്ട് വിട്ടില്ലേ? രാവിലെ തന്നെ ഒരു സോപ്പർ ഡോസ് അടിച്ചല്ലോ. പിന്നെന്താ? എഴുന്നേക്കടാ. പിടിച്ചോ. സാറേ, ഈ വാതിലൊക്കെ വലുതാക്കി വെച്ചൂടെ? നടന്നു നടന്ന് എന്റെ ആഫീസ് കൂട്ടി തോട് രണ്ടും പോയെന്ന് തോന്നുന്നു. അയ്യോ, നീ ഇതൊക്കെ അകത്ത് കൊണ്ടുപോയി വെക്ക്. പിടി. ഇതെങ്ങനെ കടത്തും? ഇരുന്നോ? എല്ലാം അകത്തുകൊണ്ടുപോയി വെച്ചു. ഇനി എന്താണാവോ വേണ്ടേ? വല്ലതും കഴിക്കണ്ടേ? ചോറോ കറിയോ വല്ലതും ഉണ്ടാക്കാൻ നോക്ക്. എളുപ്പം കിട്ടണമെങ്കിൽ ചൈനീസാ നല്ലത്. അതോ ചങ്കൂരി ചിക്കൻ വേണോ? ഇവിടെ ഒന്നും വയ്ക്കണ്ട, ഹോട്ടലിൽ നിന്ന് വല്ലതും വാങ്ങിച്ചാൽ മതി. മതി, എനിക്കതാ ഇഷ്ടം. നീ പോയി വല്ലതും വാങ്ങിച്ചോണ്ട് വാ. രണ്ടുപേർക്ക് മതി. അപ്പൊ കുട്ടനോ? നിനക്കും കൂടിയാ പറഞ്ഞത്. ഞാൻ വീട്ടിൽ പോവാ. വേഗം വേണം. ഇവൻ ഏതാടാ? നല്ലവനാ. നിന്റെ വീട്ടുടമസ്ഥൻ പിള്ളയുടെ കൂടെ ആയിരുന്നു. അയാളുടെ പെമ്പർനോത്യമായി വഴക്കിട്ട് അവൻ അവിടെ നിന്ന് പോന്നു. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ കൊള്ളാമെന്ന് എന്നോട് പറഞ്ഞു. ഞാനും ഓർത്തു ഏതായാലും നിനക്കൊരാളെ ആവശ്യമാണല്ലോ എന്ന്. വേണ്ട, എന്നെ സഹായിക്കാൻ ഒരാളും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, പറഞ്ഞു വിട്ടേക്ക്. വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാ, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. എന്നാ ഞാൻ പറട്ടെ. വൈകിട്ട് ഫാമിലിയും കൊണ്ട് അമ്പലത്തിൽ പോകണം. അല്ല, നീ അമ്പലത്തിൽ പോക്കൊക്കെ നിർത്തിയോ? പിന്നെ ഒരു കാര്യം, ഇത് ലോഡ്ജൊന്നുമല്ല. അപ്പുറത്തും ഇപ്പുറത്തും വീടുകളൊക്കെ ഉണ്ട്. ഇത് അല്പം സൂക്ഷിച്ചു വേണം. ആളുകളെ കണ്ട് അതും ഇതും പറയിപ്പിക്കരുത്. 2 മാസത്തെ വാടക അഡ്വാൻസ് കൊടുത്തല്ലേ പോകുള്ളൂ. ഓക്കെയോട്ടെ, പറ്റിയ ലോഡ്ജ് വല്ലതും ഉണ്ടോ നോക്കാം. എനിക്ക് ചുറ്റും ആരും വേലി കെട്ടാൻ നോക്കണ്ട. ഇവൻ എവിടുന്ന് വന്നടാ? ഒരക്ഷരം നല്ലതും ചീത്തയും പറയാൻ സമ്മതിക്കലെന്ന് പറഞ്ഞാൽ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. നീ എന്ത് വേണമെങ്കിലും ചെയ്തു. വേണമെങ്കിൽ തലയും കുത്തി മറിഞ്ഞു. എന്താ പോരെ? പിന്നെ ശ്രീമതി നിന്നെ അന്വേഷിച്ചു. നീ എന്നാ വീട്ടിലേക്ക് വരുന്നത്? അവളൊരു പ്രത്യേക ടൈപ്പാ. നീ അങ്ങോട്ട് വരാത്തത് ഞാൻ നിന്നെ ക്ഷണിക്കാത്തത് കൊണ്ടാണെന്നാ അവളുടെ വിചാരം. എന്നാ ഞാൻ പറട്ടെ. ബൈ.
എന്താ കറി ചോറ് അകത്തുണ്ടോ വെച്ചേക്ക്? സാർ എന്താടാ ഇത്? ഇവിടെ തിന്നായിരിക്കണം പറ്റിയ പൂച്ചാണെന്ന് വിചാരിച്ചോ? സാറേ ഇത് ഉസ്മാനിയ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതാ. വലിയ ഹോട്ടലാ. അല്ലേ ഹോട്ടല് ഒരു വായി വെക്കാൻ കൊള്ളില്ല. അല്ല സാർ ദേ ഈ കറി ഒന്ന് കഴിച്ചു നോക്കും എന്താണെന്നറിയാം. ഈ ചാരായം കുടിച്ചിട്ടാ എന്ത് കഴിച്ചാലും ഒരു സ്വാദില്ലാത്തത്. ഞാനൊന്ന് നോക്കട്ടെ, സ്വാദുണ്ടോ നോക്കട്ടെ. ശരിയാ, ഹോട്ടൽ ഉസ്മാനിയ. ഇത് ഉസ്മാനിയ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയതാ. പൊയ്ക്കോ. വേണ്ട സാർ വേണ്ട. പൊയ്ക്കോടല്ലേ പറഞ്ഞത്? എനിക്കിവിടെ ആരും വേണ്ട. ഞാൻ എല്ലാ ജോലിയും ചെയ്യാം സാർ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ നല്ല കുക്കാണെന്നാ പിള്ളച്ചേട്ടൻ പോലും പറയുന്നത്. എന്നെ പറഞ്ഞു വിടരുത് സാർ, എനിക്കാരുമില്ല. ഒരു വേലക്കാരന്റെ ആവശ്യം എനിക്കില്ല. പാത്രങ്ങളെല്ലാം കഴുകി സ്ഥലം വിട്ടോണം. സാർ നീ പോയില്ലേ? നിന്നോട് തന്നെ പോകാൻ പറഞ്ഞല്ലേ? ഞാൻ പോയില്ല. അതെന്താ പോവാഞ്ഞ്? സാർ ഇന്നലെ രാത്രി പറഞ്ഞതല്ലേ, രാവിലെ മനസ്സ് മാറിയെങ്കിലോ. അതുകൊണ്ട് വേണു സാറ് പറഞ്ഞു. പിന്നെ പിന്നെ സാർ ആദ്യം ദേഷ്യപ്പെട്ടാലും പിന്നെ ഒരു ചായ കുടിക്കണമായിരുന്നല്ലോ. സാർ ഞാൻ രാവിലെ വാങ്ങിച്ചോണ്ട് വന്നതാ. ഇന്നലെ തന്ന 10 രൂപയിൽ ചായ വാങ്ങിച്ചതിന്റെ ബാക്കി കാശ്. സാർ കാലത്ത് എന്താ ഉണ്ടാക്കേണ്ടത്? പുട്ടുണ്ടാക്കട്ടെ, അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ? ഉപ്പുമാവ് ഉണ്ടാക്കാം. ചായ ഞാൻ ഗ്ലാസ് വെച്ച് ദേ ഇപ്പൊ കൊണ്ടുവരാം. നീ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ? സാർ ഇവിടുന്ന് പോകാൻ പറഞ്ഞാലും ഞാൻ പോവില്ല. ഞാൻ ചിലപ്പോ വായി തോന്നിയൊക്കെ വിളിച്ച് പറയും. അതൊക്കെ കേൾക്കാൻ തയ്യാറാണോ? നീ ചാരായം കുടിക്കോ? എനിക്കതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഞാൻ ഇപ്പോഴും ചിന്ന പയ്യനാണെന്നാ പിള്ളച്ചേട്ടന്റെ ഭാര്യ പൊള്ളാച്ചി പറയുന്നത്. നിനക്ക് ഇവിടുത്തെ ചാരായ ഷാപ്പ് എവിടാണെന്ന് അറിയാമോ? അറിയാവോന്നോ? അറിയാം. അത് നമ്മുടെ അത് ചന്ത. ഞാൻ വൈകുന്നേരം വരുമ്പോ ഒരു കുപ്പി ചാരായം വാങ്ങിച്ചു വെച്ചേക്കണം. മേശയിലുണ്ട് പൈസ. സാറേ എന്താടാ? ചാരായം കുടിക്കുന്നത് ചീത്തയാണെന്നാ മാതൃഭൂമി പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. പറഞ്ഞാൽ അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. സൗകര്യമില്ല, ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോ. ആഹാ, കുട്ടൻ പോയില്ലേ? സാറ് നിന്നോളാൻ പറഞ്ഞു. ഇവരാണോ ഈ വീട്ടിൽ താമസിക്കുന്നത്? എന്താടാ? ഒന്നുമില്ല. ആ കുട്ടി നമ്മുടെ കോളേജിലാ. പേര് മായ, MA ഫൈനൽ ഇയർ. നല്ല കലാകാരിയാ. പെയിന്റിങ്, കവിത, പാട്ട്, അങ്ങനെ എല്ലാ അസുഖങ്ങളും ഉണ്ട്.
സാറേ വൈകിട്ട് നേരത്തെ വരണേ, കുട്ടൻ ഒറ്റയ്ക്കാ. അത് വേണു സാറല്ലേ, എന്റെ കോളേജിലെ PD. ഈ റാസ്കലാണോ ഈ വീട് എടുത്തിരിക്കുന്നത്? നാശമായല്ലോ, ഇനി തമ്മിൽ തല്ലാനല്ലേ നേരം കാണും. എന്തിന്? നീ നിന്റെ പാട് നോക്കിയിരുന്നാ മതി. പിന്നെ അയാളായിട്ട് മെക്കിട്ട് കയറാൻ വന്നാൽ അപ്പൊ നോക്കാം. ഇതിലും ഭേദം മാസം തന്നെയായിരുന്നു. ഞാൻ ആ കർണാരമുള്ളതെന്ന് കാണട്ടെ. നീ ഒന്നും പറയാൻ പോണ്ട, പിള്ളയുടെ ഡാഡി പറഞ്ഞോളൂ. ഇയാള് വേണു സാറിന്റെ ആരാ? ആ